സബ്സ്ക്രൈബേഴ്സും വ്യൂ ചെയ്ത് ഷെയർ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹായ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. അതിന് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം വേണ്ടത് നമ്മൾ ചട്ടി ചൂടാക്കുന്നു. പിന്നെ നമ്മൾ ഈ പ്രോൺസ് ഇതിലേക്ക് ഇടുന്നു. ഇത് 1 കിലോ പ്രോൺസ് ഉണ്ട്. ഇതിൽ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കഷ്ടി 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇടുന്നു. എന്നിട്ടൊന്ന് ഇളക്കുന്നു. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇത് വേവിക്കാൻ, കാരണം പ്രോൺസിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം വേറെ ചേർക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും വെള്ളം ഇതിലുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കുന്നു. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഒരു ചെറിയ കഷ്ണം കുടംപുളി നമ്മളിട്ടിട്ട് ഒന്നും കൂടി ഇളക്കുന്നു. പ്രോൺസ് ആയതുകൊണ്ട് അധികം നേരം വേവാൻ വേണ്ട, കുറച്ച് നേരം മതി. ഇനി നമ്മളിത് വേവാനായിട്ട് വെക്കണം. ഇത് നമ്മൾ വേവിക്കാൻ വെക്കുന്നു. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കുന്നു വേവാൻ വേണ്ടി. ഇപ്പോൾ പ്രോൺസ് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റുന്നു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി 1/2 കപ്പ്, പിന്നെ 5-6 ഉണക്കമുളക്, കുറച്ച് കരിവേപ്പില, വെളിച്ചെണ്ണ. ചെറിയ ഉള്ളിയും ഉണക്കമുളകും നമ്മൾ അരയ്ക്കുന്നു. ഇത് നമ്മൾ അരയ്ക്കുന്നു. ഈ ചെറിയ ഉള്ളിയും ഉണക്കമുളകും അരച്ച് നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ ചീനിച്ചട്ടി വെക്കണു. അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നു. ഈ അരച്ച ചെറിയ ഉള്ളിയും മുളകും ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നു. നന്നായി സോട്ട് ചെയ്യുന്നു. കുറച്ച് കരിവേപ്പിലയും ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നു. എന്നിട്ട് നന്നായി ഇളക്കുന്നു. ഇത് ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ കുറയ്ക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വെന്ത പ്രോൺസ് ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നമ്മൾ ഒന്ന് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നു. തീ താത്തിയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതൊന്നും കൂടി ഫ്രൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്രോൺസ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രോൺസ് ഫ്രൈ ആയി. ഇനി ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ഡിഷാണ്. സീ യു നെക്സ്റ്റ് ടൈം.